താങ്ക് യു അസ്നിക. അടുത്തായി ഷമീനയെ ക്ഷണിക്കാം. ഷമീന ഓൺലൈൻ വാർത്തകളുമായി ചേരുന്നു. ഷമീന, കേൾക്കാം. താങ്ക് യു മനോജ്. നമസ്കാരം. ഓൺലൈൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഷമീന, തിരുവനന്തപുരത്ത് നിന്നും. ഇന്ന് 2024 സെപ്റ്റംബർ 22 ഞായർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 59 വാർത്തകളിലേക്ക്. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെയുള്ള ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ഗാസയിലും ബെയ്റൂട്ടിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസയിലെ ഒരു സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 22ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 31 ആയി. ഇതിൽ 16 പേർ ഹിസ്ബുള്ള അംഗങ്ങളാണെന്ന് ഹിസ്ബുള്ള നേതാക്കൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാശ്മീർ, ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര തുടങ്ങിയ 4 സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഭരണം നഷ്ടമാകുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് ഡോക്ടർ ശശി തരൂർ. 2025-ൽ 75 വയസ്സ് പൂർത്തിയാകുന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനം ഒഴിയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. എയർ മാർഷൽ അമർപ്രീത് സിംഗ് ഇന്ത്യൻ വ്യോമസേന മേധാവിയായി ചുമതലയേൽക്കും. എയർ ചീഫ് മാർഷൽ VR ചൗധരി സെപ്റ്റംബർ 30-ന് വിരമിക്കുന്നതിനെ തുടർന്നാണ് നിലവിൽ വ്യോമസേന ഉപമേധാവിയായ അമർപ്രീത് സിംഗ് വ്യോമസേന മേധാവി പദവിയിലേക്ക് എത്തുന്നത്. ഇന്ത്യയുടെ വളർച്ച ശ്രീലങ്കയ്ക്ക് നൽകുന്നത് വലിയ സാധ്യതകളാണെന്ന് ശ്രീലങ്കൻ എയർലൈൻസ് CEO റിച്ചാർഡ് നട്ടൽ. ഇന്ത്യയിൽ നിന്ന് കൊളംബോയിൽ എത്തിയ മാധ്യമ സമൂഹത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോളേജിലെ ശുചിമുറിയിൽ ക്യാമറ വെച്ച് പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന ആരോപണത്തിൽ ഒരു വിദ്യാർത്ഥി അറസ്റ്റിലായി. ബംഗളൂരുവിന് സമീപം കുംബൽഗോഡുള്ള സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലാണ് സംഭവം. യുവതിയെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കർണാടകയിലെ വയ്യാലിക്കാവൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് സംഭവം നടന്നത്. അപ്പാർട്ട്മെന്റിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ അയൽവാസികൾ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. മല്ലേശ്വരത്ത് താമസിച്ചിരുന്ന മഹാലക്ഷ്മി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉത്തർപ്രദേശിൽ 13കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായി. വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയാണ് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. സംഭവത്തിൽ ഛത പോലീസ് 3 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികൾ ഒളിവിലാണെന്നും ഇവരിൽ 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും 3ാമത്തെ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ബിജെപിയും ലഫ്റ്റനന്റ് ഗവർണറും ദില്ലിയുടെ വികസനം തടയുകയാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അതിഷി മർലേന. പുതിയ ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് ബിജെപിക്ക് എതിരെയുള്ള രൂക്ഷ വിമർശനം. എന്നാൽ തടസ്സപ്പെട്ട വികസന പ്രവർത്തനങ്ങളെല്ലാം ഉടനടി പുനരാരംഭിക്കുമെന്ന് ദില്ലിയിലെ ജനങ്ങൾക്ക് താൻ ഉറപ്പു നൽകുകയാണെന്നും അതിഷി വ്യക്തമാക്കി. ആലപ്പുഴ ഹരിപ്പാട് മധ്യവയസ്കൻ ട്രെയിനിനു മുന്നിൽ ചാടി മരിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലാണ് ദാരുണ സംഭവം ഉണ്ടായത്. ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ വിശ്രമിക്കുകയായിരുന്ന മധ്യവയസ്കനാണ് ജീവനൊടുക്കിയത്. വയനാട്ടിൽ നവജാത ശിശുവിനെ ഭർത്താവും മാതാപിതാക്കളും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന പരാതിയുമായി നേപ്പാൾ സ്വദേശിനിയായ യുവതി. നേപ്പാൾ സ്വദേശിനിയായ പാർവതിയുടെ പരാതിയിൽ കൽപ്പറ്റ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറത്ത് നിപ്പ ബാധിച്ച് മരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ള 6 പേരുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് നെഗറ്റീവായി. ഇതുവരെ 74 പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. ഇന്ന് പുതുതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വയനാട്ടിൽ കാലാവസ്ഥ പ്രവചിക്കാൻ പുതിയ റഡാർ സ്ഥാപിക്കുന്നു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ കീഴിലാണ് 150 കിലോമീറ്റർ വരെ പരിധിയിൽ സിഗ്നൽ ലഭിക്കാൻ ശേഷിയുള്ള S-ബാൻഡ് റഡാർ സ്ഥാപിക്കുന്നത്. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംഭവത്തിൽ അനീതിയുണ്ടായതായാണ് തോന്നുന്നത്. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത്. കേന്ദ്രമന്ത്രി എന്നതിനപ്പുറം ഒരു അച്ഛൻ എന്ന നിലയിൽ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും തൊഴിൽ ചൂഷണം നടത്തുന്ന കമ്പനികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കടയിൽ കയറി അതിക്രമം കാണിച്ചതിന് CPM തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി അറസ്റ്റിൽ. സ്ത്രീകളെയും കുട്ടിയെയും കയ്യേറ്റം ചെയ്തെന്ന പരാതിയിലാണ് ആര്യനാട് പോലീസ് വെള്ളനാട് ശശിയെ അറസ്റ്റ് ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി ഉൾപ്പെട്ട കയ്യേറ്റത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു.
ശിരൂർ ഗംഗാവാലി പുഴയിലെ തിരച്ചിലിൽ ലഭിച്ച ക്യാബിനും ടയറുകളും അർജുന്റെ ലോറിയുടേതല്ലെന്ന് സ്ഥിരീകരിച്ചു. കണ്ടെത്തിയത് തന്റെ ലോറിയുടെ ഭാഗങ്ങളല്ലെന്ന് അർജുൻ ഓടിച്ച വാഹനത്തിന്റെ ഉടമ മനാഫും സ്ഥിരീകരിച്ചു. പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ ഇന്നും തെരച്ചിൽ തുടരുമെന്ന് അറിയിച്ചു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് നിതിൻ ജാംദാറിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കി. ബോംബെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് KR ശ്രീറാമിനെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസ് നിയമനം വൈകുന്നതിനെതിരെ ഹർജി അടുത്ത ആഴ്ച സുപ്രീം കോടതി പരിഗണിക്കാൻ ഇരിക്കെയാണ് കേന്ദ്രം നിയമവിജ്ഞാപനം ഇറക്കിയത്. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്തു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് കുടുംബത്തിന്റെ തീരുമാനം. നാളെ രാവിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതിനുശേഷം എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനമുണ്ടാകും. ഇതിനുശേഷം വൈകിട്ടാകും മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുക. കവിയൂർ പൊന്നമ്മയ്ക്ക് യാത്രാമൊഴി നൽകി കേരളം. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ ആലുവ കരുമാരൂരിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. സൂപ്പർ താരങ്ങളടക്കം മലയാള സിനിമയിലെ പ്രമുഖരുടെ വലിയ നിരയാണ് പൊതുദർശനത്തിലും സംസ്കാര ചടങ്ങിലും പങ്കെടുത്തത്. ഭരണപക്ഷ MLA ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ADGPക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോകമാക്കി എന്നു പറഞ്ഞ PV അൻവറിനെതിരെ മുഖ്യമന്ത്രി കേസ് എടുക്കട്ടെ എന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. ആരോപണങ്ങൾ തെറ്റെങ്കിൽ മാധ്യമങ്ങളല്ല അൻവറാണ് കേരളത്തെ അപമാനിക്കുന്നതെന്നും അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്താവുന്ന തെളിവുകൾ അജിത് കുമാറിന്റെ കൈവശമുണ്ടെന്ന് സംശയിക്കേണ്ടി വരുമെന്നും മുരളീധരൻ സംശയം പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇതൊക്കെ ഒരു വിശദീകരണം കൊണ്ടോ പത്രസമ്മേളനം കൊണ്ടോ തീരുന്ന വിഷയങ്ങളല്ലെന്നും MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നും PV അൻവറിന്റെ പ്രവേശനം UDF ആലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് MLA PV അൻവർ. മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി നിലപാട് പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫോൺ ചോർത്തൽ പുറത്തുവിട്ടത് നന്മ ലക്ഷ്യമിട്ട് ചെയ്തതാണെന്നും തന്റെ ആരോപണത്തിൽ പോലീസിലെ ക്രിമിനലുകളുടെ മനോവീര്യമാണ് തകർന്നതെന്നും മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ലെന്നും കോൺഗ്രസിൽ നിന്നാണ് വന്നതെന്നുമുള്ള പിണറായി വിജയന്റെ ആരോപണത്തിനുള്ള മറുപടിയായി താൻ മാത്രമല്ല EMSഉം പഴയ കോൺഗ്രസുകാരനായിരുന്നുവെന്ന് PV അൻവർ പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അന്വേഷണം പ്രഖ്യാപിച്ച് 5 മാസത്തിന് ശേഷം രാഷ്ട്രവിവാദം ആളിക്കത്തിയ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. DGP റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറും. പ്രധാനമന്ത്രി മോദി, നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴെല്ലാം പുതിയ സഹകരണ മേഖലകൾ കണ്ടെത്താനുള്ള നമ്മുടെ കഴിവ് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇന്നും അത് വ്യത്യസ്തമായിരുന്നില്ല. ഡെലാവറിലെ വിൽമിംഗ്ടണിലുള്ള തന്റെ വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് ജോ ബൈഡൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചതാണിത്. ഇന്ത്യ-US പങ്കാളിത്തം ചരിത്രത്തിലെ ഏതു കാലത്തേക്കാളും കൂടുതൽ ശക്തവും ചലനാത്മകവുമാണെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. തനിക്ക് ആതിഥ്യമരുളിയതിന് ജോ ബൈഡന് നന്ദി രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി മോദി ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും യോഗത്തിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇതോടുകൂടി എന്റെ വാർത്താ വായന ഇവിടെ പൂർണ്ണമാകുകയാണ്. എന്റെ വാർത്താ വായന കേട്ടിരുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിനാശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം നല്ലതിനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഓവർ ടു PJG ഓർ മനോജി. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് മാധ്യമ ദിനപത്രത്തിലെ ഏതാനും വാർത്തകളിലൂടെ അൻവറിനെ കൈവിട്ട് പിണറായി, P ശശിക്ക് ക്ലീൻ ചിറ്റ്, അജിത് കുമാറിന് കവചം. നേർക്കുനേർ എന്നാണ് ഈ വാർത്തയ്ക്ക് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. നിലപാടിലുറച്ച ഉത്തരങ്ങളുമായി മുഖ്യമന്ത്രി, മറുപടിയുമായി അൻവർ, മുഖ്യമന്ത്രിയെ ഉപദേശകർ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള വാർത്ത എല്ലാ പത്രങ്ങളിലും വായിച്ചു കഴിഞ്ഞതാണ്. കൂടുതലായിട്ട് അതിലേക്ക് കടക്കുന്നില്ല. പോരാട്ട വീര്യത്തിന് വിട MM ലോറൻസ് അന്തരിച്ചു എന്ന് പറഞ്ഞ വിശദമായ
റിപ്പോർട്ട് ഒന്നാമത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിടിവിട്ട സ്വർണം വില സർവകാല റെക്കോർഡ്. ഗ്രാമിന് 6,960 രൂപ, പവന് 55,680 രൂപ എന്ന് പറയുന്നു. ജസ്റ്റിസ് നിതിൻ ജംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കൊളീജിയം ശുപാർശ അംഗീകരിച്ച കേന്ദ്രം. ഇത്രയും വാർത്തയാണ് ഒന്നാമത്തെ പേജിലുള്ളത്. ഗുരുവന്ദനവുമായി മോഹിനിയാട്ടം എന്നൊരു വാർത്ത പാലക്കാട് നിന്നും. ശ്രീനാരായണ ഗുരുവിന്റെ 170-ാം ജയന്തി വർഷത്തിന്റെ ഭാഗമായി ദൈവദശകം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാലക്കാട് കോട്ടമൈതാനത്ത് 170 നർത്തകിമാർ അണിനിരന്ന ഗുരുവന്ദനം മോഹിനിയാട്ടം സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയായ ദൈവദശകം ആലപിച്ച് നടത്തിയ പരിപാടിയിൽ വിദ്യാർത്ഥിനികളും നർത്തകിമാരും വീട്ടമ്മമാരും പങ്കെടുത്തു എന്ന് പറഞ്ഞ ആ നൃത്തത്തിന്റെ മനോഹരമായ ഒരു ദൃശ്യസഹിതമാണ് വാർത്ത. 15 വാഴ്സിറ്റികൾക്കും സ്ഥിരം വിസിമാർ ഇല്ലാതാകുന്നു. 2 പേർ കൂടി പടിയിറങ്ങുന്നു. സർക്കാർ ഗവർണർ തർക്കത്തിലാണ് വിസി നിയമനം സ്തംഭനത്തിലായത് എന്നൊരു വാർത്ത തിരുവനന്തപുരത്ത് നിന്നും. കവിയൂർ പൊന്നമ്മയ്ക്ക് നാടിന്റെ യാത്രാമൊഴി എന്ന് പറഞ്ഞ ചിത്രസഹിതമുള്ള വാർത്ത. കേന്ദ്ര സഹായം അതൃപ്തി തുറന്നു പറഞ്ഞ മുഖ്യമന്ത്രി മറ്റു സംസ്ഥാനങ്ങളിൽ പെട്ടെന്ന് തന്നെ സഹായം പ്രഖ്യാപിച്ചു. അയഞ്ഞും മുറുകിയും 1.25 മണിക്കൂർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്ത. ഒടുവിൽ ചെലവുകൾ പുറത്തുവിട്ടു എന്ന് പറയുന്നു. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന്റെയും പുനരധിവാസത്തിന്റെയും കണക്കുകളിലെ അവ്യക്തത ആശയക്കുഴപ്പത്തിനും വിവാദത്തിനും വഴിമാറിയ സാഹചര്യത്തിൽ ചെലവുകൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചെലവ് ഇങ്ങനെ: മരിച്ച 173 പേരുടെ സംസ്കാര ചടങ്ങുകൾക്ക് കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം. ഗുരുതര പരിക്കേറ്റ് ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം ആവശ്യമായി വന്ന 26 പേർക്കായി ആകെ 17,16,000 രൂപ. പരിക്കേറ്റ് ഒരാഴ്ചയിൽ താഴെ മാത്രം ആശുപത്രിയിൽ കഴിഞ്ഞ 8 പേർക്കായി 4,43,200 രൂപ. ദുരന്തബാധിതരായി 1,013 കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം. ആകെ 1,01,30,000 രൂപ. ദുരന്തബാധിത കുടുംബങ്ങളിലെ 1,694 പേർക്ക് ഉപജീവന സഹായമായി ദിവസം 300 രൂപ വീതം. 30 ദിവസത്തേക്ക് 1,52,46,000 രൂപ ചെലവ്. കിടപ്പ് രോഗികളായ 33 ഗുണഭോക്താക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക ധനസഹായമായി 2.97 ലക്ഷം രൂപ. 722 കുടുംബങ്ങൾക്ക് പ്രതിമാസ വാടക 6,000 രൂപ, പ്രതിദിനം 200 രൂപ പ്രകാരം നൽകി വരുന്നു. ആദ്യമാസ വാടകയായി 24,95,800 രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞ് വിശദമായിട്ടാണ് ചെലവുകൾ കൊടുത്തിരിക്കുന്നത്. വയനാട്ടിലെ ചെലവ് വിവാദം കണക്കുകൾക്ക് കാരണം നിരത്തിയും മാധ്യമങ്ങളെ പഴിചാരിയും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് വിശദമായ ഒരു പേജ് മുഴുവൻ ഇന്നലത്തെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി നൽകിയത് പാർട്ടിയിലെ രാഷ്ട്രീയ എതിരാളികൾക്കുള്ള സന്ദേശമെന്ന് VD സതീശൻ പറയുന്നു. പൂരം പോലീസ് റിപ്പോർട്ടിൽ ഉത്തരമില്ലാതെ മുഖ്യമന്ത്രി, റിപ്പോർട്ട് വൈകിപ്പിച്ചത് മുഖ്യമന്ത്രി എന്ന് TN പ്രതാപൻ പറയുന്നു. സോളാർ കേസ് അട്ടിമറിയിൽ ലഭിച്ച കൈക്കൂലി കൊണ്ട് ADGP ഫ്ലാറ്റ് വാങ്ങി എന്ന് അൻവർ പറയുന്നു. അൻവറിന്റെ മൊഴിയെടുത്തു. ഷൊർണൂരിൽ നിന്ന് റെസ്റ്റ് ഹൗസിൽ വന്നിട്ടാണ് മൊഴി കൊടുത്തത് എന്ന് പറയുന്നു. ADGPക്കെതിരെ DGPക്ക് കത്ത് നൽകി അൻവർ. ഗാലറി കണ്ടല്ല ഈ പണിക്കിറങ്ങിയത് എന്നും അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രി മനസ്സിലാക്കാൻ അൻവർ പറയുന്നത് എന്ന് പറഞ്ഞ് 8 കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നു. അതിൽ 1, ഞാൻ പോലീസ് സേനയുടെ മനോവീര്യം കെടുത്തിയിട്ടില്ല, സാധാരണ പോലീസുകാരുടെ മനോവീര്യം കൂട്ടിയിട്ടേയുള്ളൂ. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ക്രിമിനലുകളായ 4-5% പോലീസുകാരുടെ മനോവീര്യമേ കെടുത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്വർണം പിടിക്കുന്നത്? സ്വർണം കൊണ്ടുവരുന്നവരെ പോലീസ് പിടികൂടി കസ്റ്റംസിനെ ഏൽപ്പിച്ചാൽ മതി. എന്തിനാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ട്രൗസറും ജെട്ടിയും ഒക്കെ അഴിച്ച പോലീസ് പരിശോധിക്കുന്നത്? 182ഓളം സ്വർണ്ണക്കടത്ത് കേസുകളുണ്ട്. അതിൽ പ്രതികളായവരെ വിളിച്ചു വരുത്തി അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തു വരും എന്ന് പറയുന്നു. വളരെ വിശദമായിട്ടാണ് 8 കാര്യങ്ങൾ അൻവർ ആരോപിക്കുന്നത്. നെയ് വിതരണ കമ്പനിയിൽ റെയ്ഡ്. തിരുപ്പതി ലഡു വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അയോധ്യ പ്രാണപ്രതിഷ്ഠയിൽ ലഡു വിതരണം ചെയ്തു എന്ന് മുഖ്യ പുരോഹിതൻ പറയുന്നു. തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദമായി വിതരണം ചെയ്യുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ് കലർത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ ഡിണ്ടുഗലിലെ സ്വകാര്യ നെയ് വിതരണ കമ്പനിയിൽ കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു നിർമ്മാണത്തിന് ആവശ്യമായ നെയ്യ് ഡിണ്ടുഗലിലെ AR ഡയറി കമ്പനിയാണ് നൽകുന്നത്. ഇതിനാലാണ് ശനിയാഴ്ച കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ വകുപ്പിലെ ഫുഡ്
സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം കമ്പനിയിലെത്തി പരിശോധന നടത്തിയത്. പാൽ, നെയ്യ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകളും ശേഖരിച്ചു. ഇത് പരിശോധന വിധേയമാക്കിയതിനു ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ അറിയിച്ചു. അയോധ്യ പ്രാണപ്രതിഷ്ഠയിൽ ലഡു വിതരണം ചെയ്തു എന്ന മുഖ്യ പുരോഹിതൻ പറയുന്ന വാർത്ത ബോക്സ് ന്യൂസായി കൊടുത്തിരിക്കുന്നു. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡുവിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പും മത്സ്യ എണ്ണയും ഉപയോഗിച്ചെന്നാണ് ലാബ് പരിശോധനയിൽ തെളിഞ്ഞതോടെ ഉണ്ടായ വിവാദം കത്തി നിൽക്കവെ പ്രതികരണവുമായി രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ. ജനുവരി 22-ന് നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നുള്ള ലഡു പ്രസാദമായി വിതരണം ചെയ്തിരുന്നെന്ന് മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞു. എത്ര ലഡു കൊണ്ടുവന്നുവെന്ന് എനിക്കറിയില്ല, ട്രസ്റ്റിന് അതറിയാം. ഏത് ലഡു വന്നാലും പ്രസാദം ഭക്തർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രകാശ് അംബേദ്കർ. ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രവർത്തകരെ സജ്ജരാക്കാൻ കെജ്രിവാൾ. ജന്തർ മന്ദറിൽ ഇന്ന് ജനതാ കി അദാലത്ത്. ആതിഷി അധികാരമേറ്റു എന്ന ചിത്രസഹിതമുള്ള വാർത്ത. മ്യാൻമറിൽ നിന്ന് കുക്കിയ ആയുധധാരികൾ മണിപ്പൂരിലെത്തിയെന്ന് അതിജാഗ്രത. ബന്ദിൽ ജനജീവിതം നിശ്ചലമായി എന്നും ഇംഫാലിൽ നിന്നും ഒരു വാർത്ത. മസ്ജിദിലെ അനധികൃത നിർമ്മിതി പൊളിക്കാൻ നഗരസഭ. ധാരാവിയിൽ സംഘർഷാവസ്ഥ എന്നൊരു വാർത്ത ബോംബെയിൽ നിന്നും. EV ചാർജിംഗ് ശരാശരി വിൽപ്പന വിലയിൽ കൂടുതൽ ഈടാക്കാൻ പാടില്ലെന്ന കേന്ദ്ര മാർഗരേഖ. ഫിക്സഡ് ചാർജ്, എനർജി ചാർജ് ഒഴിവാക്കേണ്ടി വരും എന്ന് PP പ്രശാന്ത് പാലക്കാട് നിന്നും ഒരു വാർത്ത നൽകുന്നു. ഷിരൂരിൽ 2 വാഹന ഭാഗങ്ങൾ കണ്ടെത്തി. അർജുൻ ഓടിച്ച ലോറിയല്ല എന്നും പറയുന്നുണ്ട്. സിഖ് പരാമർശം. BJP കള്ളം പ്രചരിപ്പിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി. വാർഡ് പുനർവിഭജനം തുടർ നടപടി ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് തുടങ്ങും എന്നൊരു വാർത്ത. സക്കീർ ഹുസൈൻ തിരുവനന്തപുരത്ത് നിന്നും. തദ്ദേശ വാർഡ് പുനർവിഭജനത്തിന്റെ തുടർ നടപടികളുടെ ഭാഗമായി ആദ്യം വിഭജിക്കുക ഗ്രാമപഞ്ചായത്ത്, പിന്നെ മുനിസിപ്പാലിറ്റി, അത് കഴിഞ്ഞ കോർപ്പറേഷൻ എന്നിങ്ങനെ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ അടിസ്ഥാനമാക്കി ബ്ലോക്കിന്റെയും ബ്ലോക്ക് ആസ്പദമാക്കി ജില്ലാ പഞ്ചായത്തുകളുടെയും വിഭജനം നടക്കും. കരട് തയ്യാറാക്കൽ മുതൽ അന്തിമ വിജ്ഞാപനം വരെയുള്ള നടപടികൾ ഇവയ്ക്കും വേണ്ടിവരും എന്ന് പറയുന്നു. വിമാനത്താവളത്തിലെ പ്രശ്നങ്ങൾ. ET വ്യോമയാന മന്ത്രിക്ക് കത്തയച്ചു എന്നൊരു വാർത്ത മലപ്പുറത്ത് നിന്നും. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിവിധ പ്രശ്നങ്ങളിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് ET മുഹമ്മദ് ബഷീർ MP കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരപ്പു റാം മോഹൻ നായിഡുവിന് കത്ത് നൽകിയത് എന്നും ഒരു വാർത്ത. സഖാക്കൾ വായ്പയെടുത്ത് കൂട്ടുന്നു, തിരിച്ചടയ്ക്കുന്നില്ല, സ്വയം വിമർശനവുമായി CPM എന്നൊരു വാർത്ത. ബിജു ചന്ദ്രശേഖർ കോട്ടയത്ത് നിന്നും റിപ്പോർട്ട് നൽകുന്നു. അന്താരാഷ്ട്രീയ വാർത്തകളിൽ ഏറ്റുമുട്ടൽ രൂക്ഷം. റോക്കറ്റുകൾ തൊടുത്ത ഹിസ്ബുള്ള. മുന്നറിയിപ്പുമായി ഇസ്രയേൽ. പേജർ, വാക്കി ടോക്കി സ്ഫോടനം അന്താരാഷ്ട്ര നിയമ ലംഘനമാണെന്ന് UN പറയുന്നു. ഗസ സ്കൂളിൽ ബോംബിട്ടു, 22 മരണം. ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം. ഖലിസ്ഥാൻവാദികളുമായി ചർച്ച നടത്തി US സർക്കാർ എന്നൊരു വാർത്തയും വാഷിംഗ്ടണിൽ നിന്നും വരുന്നുണ്ട്. പൗരാവകാശങ്ങൾ ഹനിക്കുന്ന നിയമനിർമ്മാണം ഭരണഘടനാ വിരുദ്ധമെന്ന് പാക് സുപ്രീം കോടതി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമം സൂം പേജിൽ വളരെ വിശദമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റോൾ ഹിൽ ആര് കീഴടക്കും? ജനാധിപത്യം പുലരാൻ എന്ന പേരിൽ ലോകത്തുടനീളം ഇത്രയേറെ യുദ്ധങ്ങൾ നടത്തിയ രാജ്യമുണ്ടാകില്ല. എന്നിട്ടും 2 നൂറ്റാണ്ടിലേറെ കഴിഞ്ഞും ഓവൽ ഓഫീസിലിരിക്കാൻ ഒരു വനിതാ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ മനസ്സ് വെക്കാത്ത മണ്ണാണ് അമേരിക്ക. വെള്ളക്കാരിയല്ലെന്ന സവിശേഷത കൂടിയുള്ള ഒരു വനിത ഇത്തവണ അമേരിക്കയുടെ ചരിത്രം മാറ്റി എഴുതുമോ? ജമൈക്കൻ ഇന്ത്യൻ വേരുകളുള്ള നിലവിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഡെമോക്രാറ്റിക് പ്രതിനിധിയായും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പ്രതിനിധിയായും ജനവിധി തേടുന്ന ഈ തെരഞ്ഞെടുപ്പിന് സവിശേഷതകളേറെ എന്ന് പറഞ്ഞ് വളരെ വിശദമായിട്ടാണ്, ഒരു പേജ് മുഴുവനാണ് ആ വാർത്ത. കമല ഹാരിസ് അഭിഭാഷക വൃത്തിയിൽ നിന്ന് തുടക്കം എന്ന് പറയുന്നു. ട്രംപ് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ്. പ്രസിഡന്റ് സംവാദം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അമേരിക്കയിലെ വോട്ടർമാർ മാത്രമല്ല ലോകം മുഴുക്കെ ഉറ്റുനോക്കുന്നതാണ് തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പ് ഒഴിഞ്ഞ സദസ്സിന് മുന്നിൽ അരങ്ങേറുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ ടെലിവിഷൻ സംവാദം. ലോകത്തിന്റെ പ്രഥമ പൗരനാകാൻ അംഗം കുറിക്കുന്നവരെന്ന നിലയ്ക്ക് വ്യക്തിപരിചയത്തിനൊപ്പം രാഷ്ട്രീയ നയങ്ങളും മൂല്യങ്ങളും വ്യക്തമാക്കുന്ന 90 മിനിറ്റ് മുഖാമുഖം പൂർത്തിയാക്കുമ്പോൾ കൃത്യമായ മേൽക്കൈ ഒരാൾക്ക് ലഭിക്കുക സ്വാഭാവികമെന്ന് പറഞ്ഞ്
വിശദമായ വാർത്ത. സർവേകളിൽ കമല വളരെ വൈകി അംഗത്തിനെത്തിയിട്ടും അതിവേഗം ബഹുദൂരം അമേരിക്കൻ വോട്ടർമാരുടെ മനസ്സിലേക്ക് ഓടിക്കയറിയ കമല ഹാരിസ് അഭിപ്രായ സർവേകളിൽ പലതിനും മുൻതൂക്കം പാലിക്കുന്നു എന്നെല്ലാം പറഞ്ഞ വിശദമായ വാർത്ത. സമരപുളകങ്ങൾ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേജ്, മാധ്യമത്തിന്റെ ലാസ്റ്റ് പേജിൽ MM ലോറൻസിന്റെ മരണവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ധാരാളം കൊടുത്തിരിക്കുന്നത്. ഹൃദയം തൊട്ടറിഞ്ഞു ആ നോവ് എന്ന് PP കബീർ പറയുന്നു. സംഘ് പരിവാറിനെതിരെ ഉറച്ച നിലപാട്, മകളുടെ സംഘ് അനുകൂല നിലപാടിനെ തള്ളി എന്ന് കൊച്ചിയിൽ നിന്നൊരു വാർത്ത. ത്യാഗോജ്ജല ജീവിതം എന്ന് J മേഴ്സിക്കുട്ടിയമ്മ പറയുന്നു. വർഗരാഷ്ട്രീയം രക്തത്തിൽ അലിഞ്ഞ സഖാവ് എന്ന് NM പിയേഴ്സൺ പറയുന്നു. സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ളവർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം എന്ന് പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാരനാവുക എന്നത് അതിസാഹസികമായിരുന്ന കാലത്ത് ലോറൻസ് നെഞ്ചുറപ്പോടെ രാഷ്ട്രീയത്തിലേക്ക് എടുത്തുചാടി. അന്നു മുതൽ പോരാട്ടങ്ങളുടേതായിരുന്നു ആ ജീവിതം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ചിത്രസഹിതമുള്ള വാർത്ത. കരുത്തുറ്റ നേതാവ് എന്ന് VD സതീശൻ പറയുന്നു. കവിതയുടെ പേര് തോട്ടി, സമർപ്പണം ലോറൻസിന് എന്ന് പറഞ്ഞ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒരു കവിതയുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു വാർത്ത. കൊച്ചിയുടെ അടിപ്പടവിൽ മലം നിറച്ച പാട്ടയുമായി അയാൾ നിന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ തോട്ടി എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഗാന്ധിയും നാരായണ ഗുരുവും കടന്നുവരുന്ന ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഈ കവിതയിൽ അടിമുടി നിറയുന്നത് സഖാവ് MM ലോറൻസ് ആണ്. തോട്ടി തൊഴിലാളികൾ അനുഭവിച്ച അടിച്ചമർത്തലുകളും അവരെ കൈപിടിച്ചുയർത്താനുള്ള ലോറൻസിന്റെ ശ്രമങ്ങളും കവിതയിലൂടെ ചുള്ളിക്കാട് വരച്ചു കാട്ടുന്നുണ്ട്. തോട്ടിപ്പണിക്കാരുടെ യൂണിയൻ സംഘടിപ്പിച്ച സഖാവ് MM ലോറൻസിന് എന്ന മുഖവുരയോടെയാണ് കവിതയുടെ തുടക്കം. കവിത ഇങ്ങനെയാണ്. അപ്പോൾ കൊച്ചിയുടെ പിത്തം പിടിച്ച മണ്ണ് നീരുകെട്ടിയ കാലുകൾ കവച്ചു നിന്ന് അലറിക്കൊണ്ട് ലോറൻസ് ചേട്ടനെ പെറ്റു. പൊക്കിളിൽ നിന്ന് ചെങ്കുടി വലിച്ചൂരിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഭൂമിയുടെ പടവുകൾ ഇറങ്ങിച്ചെന്ന് കുപ്പയാണ്ടിയുടെ തോളിൽ കൈവച്ച് ലോറൻസ് ചേട്ടൻ വിളിച്ചു, സഖാവേ. അയാൾ ആദ്യമായി പാതാളത്തിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി മലത്തിൽ നിന്ന് മാനത്തേക്ക് നോക്കി. സൂര്യൻ അയാളുടെ കണ്ണുകൾക്ക് തീയിട്ടു. കുപ്പയാണ്ടിയുടെ പരമ്പര ഇപ്പോഴും കൊച്ചിയിലുണ്ട്. കോർപ്പറേഷനിൽ മാലിന്യം നീക്കുന്നു. ലോറൻസ് ചേട്ടന് 90 കഴിഞ്ഞു. ആണിക്കിടക്കയിൽ മരണകാലം കാത്തുകിടക്കുന്നു എന്ന വരികളോടെയാണ് കവിത അവസാനിക്കുന്നത്. ഇടത് ടൈം ലൈനുകൾ അടക്കം കവിത ഏറ്റെടുത്തതോടെ പിന്നീട് വിശദ ചർച്ചകളാണ് കവിതയെക്കുറിച്ച് നടന്നത്. ഒറ്റ വായനയിൽ ഉൾക്കൊള്ളുന്നതിനപ്പുറം ഒട്ടേറെ വിഷയങ്ങളാണ് കവിതയിലെന്ന് നിരൂപകരും അഭിപ്രായപ്പെട്ടു. കവിതയിലെ അവസാന വരികളും ലോറൻസ് തോട്ടിത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുവെന്നതടക്കമുള്ള കാര്യങ്ങൾ കവിതയ്ക്ക് പിന്നാലെ ചർച്ചയായി. ഇന്ത്യയിൽ ആദ്യമായി തോട്ടിത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുവെന്ന പരാമർശം ചരിത്രപരമായ അന്വേഷണങ്ങൾക്കും വഴി തുറന്നു എന്ന് പറഞ്ഞ് ആ കവിതയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെയും ഒക്കെ പറ്റി വിശദമായി ഒരു വാർത്ത മാധ്യമം ലാസ്റ്റ് പേജ് കൊടുത്തിരിക്കുന്നു. ഇത്രയുമാണ് മാധ്യമ ദിനപത്രത്തിൽ നിന്നും പങ്കുവയ്ക്കാനുള്ള വാർത്തകൾ. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി. പോരാട്ട ജീവിതത്തിന് തിരശ്ശീല എന്നാണ് MM ലോറൻസിന്റെ ഹെഡിങ്. മുതിർന്ന CPIM നേതാവ് MM ലോറൻസ് വിടവാങ്ങി. തിങ്കളാഴ്ച പൊതുദർശനത്തിന് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറും. മുതിർന്ന CPIM നേതാവും തൊഴിലാളി യൂണിയൻ സംഘാടകനും മുൻ ലോകസഭാംഗവുമായ MM ലോറൻസ് 95 വയസ്സ് അന്തരിച്ചു. ന്യൂമോണിയ ബാധിച്ച് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശനി പകൽ 12-നായിരുന്നു അന്ത്യം. മൃതദേഹം തിങ്കളാഴ്ച പൊതുദർശനത്തിനും അന്ത്യോപചാരങ്ങൾക്കും ശേഷം വൈകിട്ട് 4-ന് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറും. കേന്ദ്ര സഹായം മുടക്കാൻ മാധ്യമ കൊട്ടേഷൻ. കേരളവും സർക്കാരും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു. വിവാദങ്ങൾ കച്ചവട രാഷ്ട്രീയ അജണ്ടക്ക്. റേറ്റിംഗിനായി ജനതയുടെ അതിജീവന പോരാട്ടങ്ങളെ തുരങ്കം വയ്ക്കരുത്. തിരുവനന്തപുരം. കേരളത്തെ തകർക്കാനുള്ള നീക്കങ്ങൾക്ക് ചില മാധ്യമങ്ങൾ സ്വയം ആയുധമാവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സഹായം പോലും മുടക്കാനുള്ള കൊട്ടേഷനാണ് മാധ്യമങ്ങൾ ഏറ്റെടുത്തതെന്ന സംശയം സമൂഹത്തിലുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര മാനദണ്ഡം കൃത്യമായി പാലിച്ച് തയ്യാറാക്കിയ നിവേദനമാണ് കേരളം നൽകിയത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ധൂർത്തും അഴിമതിയുമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാനാണ് വ്യാജ വാർത്തക്കാർ ആഗ്രഹിച്ചത്. സഹായധനം കിട്ടരുതെന്ന ദുഷ്ടലക്ഷ്യത്തോടെയുള്ള പ്രചാരണം ദുരിതബാധിതർക്കെതിരെയുള്ള കടന്നാക്രമണമാണ്. ചാനലുകളുടെ കിടമത്സരത്തിൽ വ്യാജ വാർത്തകളും അജണ്ട വെച്ചുള്ള അസത്യ പ്രചാരണങ്ങളും കുത്തിയൊഴുകുകയാണ്. സാമാന്യ ഭാഷാശേഷിയുള്ളവർക്ക് പോലും മനസ്സിലാവുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം തെറ്റായി വ്യാഖ്യാനിച്ച് സർക്കാരിൽ പഴിചാരി. വയനാട് ദുരന്തത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ കൊള്ള എന്ന ചാനൽ വാർത്ത ഒറ്റ ദിവസം കൊണ്ട് ലോകമാകെ സഞ്ചരിച്ചു.
പ്രതിപക്ഷ നേതാക്കളും ഏറ്റുപിടിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപങ്ങൾ നിരന്നു. കേരളത്തിനെതിരായ ദുഷ്പ്രചാരണം സീമകളെല്ലാം കടന്ന് കുതിച്ചു. കേരളം കണക്കുകൾ പെരുപ്പിച്ച് അനർഹരമായ കേന്ദ്ര സഹായം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന വ്യാജകഥ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി. കേരളവും സർക്കാരും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു. ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയയച്ച് സംഭാവന നൽകുന്ന സാധാരണ ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും വ്യാജ വാർത്തകളുടെ ലക്ഷ്യമായിരുന്നു. നശീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ്. വിവാദ നിർമ്മാണശാലകളായി മാറിയ മാധ്യമങ്ങൾ ഉത്തരവാദിത്തം വിസ്മരിച്ചു. വിവാദമുണ്ടാക്കി കച്ചവട രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കുക എന്ന നിലയിലേക്ക് അധപ്പതിച്ചു. ഇത്തരം വ്യാജ വാർത്ത ആദ്യമല്ല. ഓമനക്കുട്ടനും കെവിൻ വധവും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ദുരന്തത്തിൽ നിന്ന് നാട് തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. അതിനിടയിൽ റേറ്റിംഗിന് വേണ്ടി ജനതയുടെ അതിജീവന പോരാട്ടങ്ങളെ തുരങ്കം വെക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജസ്റ്റിസ് നിതിൻ ജാംദാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. മുംബൈ ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജ് നിതിൻ മധുകർ ജാംദാറിനെ കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായി നിയമിച്ച് ഒടുവിൽ കേന്ദ്രം ഉത്തരവിറക്കി. വിഴിഞ്ഞം 1,00,000 ലക്ഷം കടന്ന് ചരക്കു നീക്കം. ബർത്തിൽ ഒരേ സമയം 2 കപ്പൽ. അന്താരാഷ്ട്ര തുറമുഖത്ത് 2 കപ്പലുകൾ ബർത്തിലെത്തി. 7 കപ്പലുകൾ കൂടി ഉടനെത്തും. MSC തവ്വിഷി വെള്ളി പകൽ 1:30-ഓടെയും എയ്റ ശനി വൈകിട്ട് 3-ഓടെയുമാണ് തീരമണിഞ്ഞത്. 800 മീറ്റർ ബർത്താണ് വിഴിഞ്ഞത്തുള്ളത്. തസ്വിക്ക് 278 മീറ്റർ നീളവും 40 മീറ്റർ വീതിയും 13.5 മീറ്റർ ഡ്രാഫ്റ്റുമുണ്ട്. എയറക്ക് 203 മീറ്റർ നീളവും 26 മീറ്റർ വീതിയും 9.5 മീറ്റർ ഡ്രാഫ്റ്റുമുണ്ട്. തുറമുഖത്തെത്തുന്ന 12ാമത്തെ കപ്പലാണ് എയ്റ. വിഴിഞ്ഞത്ത് ഒരേ സമയം 2 മദർഷിപ്പുകൾക്ക് ബർത്ത് ചെയ്യാൻ സൗകര്യമുണ്ടെന്നത് നേട്ടമായി. കണ്ടെയ്നറുകൾ ഇറക്കി രാത്രിയോടെ എയ്റ തുറമുഖം വിട്ടു. തസ്വിഷി ഞായറാഴ്ച തിരിച്ചു പോകും. ട്രയൽ റൺ ആരംഭിച്ച ശേഷം ഇതുവരെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കൈകാര്യം ചെയ്തത് 1/4 ലക്ഷത്തിലധികം കണ്ടെയ്നറുകളാണ്. ജൂലൈ 11-നാണ് ട്രയൽ റൺ തുടങ്ങിയത്. അന്നും പിറ്റേന്നുമായി 2000-ലധികം കണ്ടെയ്നറുകൾ ഇറക്കി. 2025 മാർച്ച് 31 വരെ 60,000 TEU കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതായിരുന്നു ലക്ഷ്യം. ഈ ആഴ്ച 7 കപ്പലുകൾ കൂടി എത്തുന്നതോടെ ഇത് മറികടക്കും. ആദ്യമെത്തുന്ന MSC അന്നയാണ് ഇതിൽ ഏറ്റവും വലുത്. 400 മീറ്ററാണ് നീളം. വിഴിഞ്ഞത്ത് ഉടൻ എത്തുന്ന കപ്പലുകൾ MSC കേപ്പ് ടൗൺ 3, MSC റോസ്, MS ആൽവ, MSC അന്ന, MSC പലേമോ, ASC സിലിയ, MSC പോളോ ഇങ്ങനെയുള്ള കപ്പലുകളാണ് വിഴിഞ്ഞത്തിന് അടുക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. മുഖം മിനുക്കി തുറമുഖം. അഭിമാനമാകാൻ അഴീക്കൽ. അഴീക്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ ആധുനികവൽക്കരണ പ്രവൃത്തി വേഗത്തിലാക്കി 2025 മാർച്ച് മാസത്തോടെ നാടിന് സമർപ്പിക്കും. പ്രവൃത്തി വിലയിരുത്താൻ KV സുമേഷ് MLA-യുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പ്രവൃത്തി വേഗത്തിലാക്കാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം നിർദ്ദേശം നൽകി. കതിരൂർ ബാങ്ക് VVK IV ദാസ് പുരസ്കാരം സമർപ്പിച്ചു. ജലാഞ്ജലിയുടെ മികവിൽ തെളിഞ്ഞൊഴുകും ബാവലി. പേരാവൂർ. മാലിന്യം അകറ്റി ബാവലിപ്പുഴയുടെ നീരുറവയും ഒഴുക്കും വീണ്ടെടുക്കാൻ ജലാഞ്ജലി. 1.5 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ ബാവലിപ്പുഴയും പ്രധാന കൈവഴിയായ കാഞ്ഞിരപ്പുഴയും 100-ലധികം വരുന്ന ചെറുകൈത്തോടുകളും സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. വയനാട്ടിലെയും പശ്ചിമഘട്ട മലനിരകളിലെയും ജലധാരയായ ബാവലിയെ സംരക്ഷിക്കാൻ ഹരിത കേരളം മിഷന്റെയും തൊഴിലുറപ്പ് പദ്ധതിയുടെയും സഹായത്തോടെ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്താണ് ജലാഞ്ജലി പദ്ധതി നടപ്പാക്കുന്നത്. 2020-ൽ DYFI നേതൃത്വത്തിൽ ഹരിത കേരളം മിഷന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ബാവലിപ്പുഴയും കാഞ്ഞിരപ്പുഴയും കൈത്തോടുകളും ശുചീകരിച്ചിരുന്നു. ഒറ്റ ദിവസത്തിൽ 3500 പേർ പങ്കാളികളായി. 18 ലോഡ് മാലിന്യമാണ് അന്ന് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറിയത്. ഇതിനുശേഷമാണ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബാവലിപ്പുഴ സംരക്ഷണം ഏറ്റെടുത്തത്. 5 നിലകൾ 76 കോടി ചെലവ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ നമ്മുടെ ധർമാശുപത്രിയിൽ. ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഡിസംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതികളൊന്നായ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് 2 മാസത്തിനകം സജ്ജമാവും. സാധാരണക്കാരന് മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള LDF സർക്കാർ ലക്ഷ്യം നിറവേറ്റുന്നതിനൊപ്പം ജില്ലയുടെ ആരോഗ്യ മേഖലയുടെ വലിയ ചുവടുവെപ്പായി ബ്ലോക്ക് മാറും. സംസ്ഥാന സർക്കാർ 76 കോടിയാണ് കിഫ്ബി വഴി പദ്ധതിക്കായി അനുവദിച്ചത്. വീണ്ടും ട്രക്കിന്റെ ഭാഗങ്ങൾ. ഷിരൂർ തിരച്ചിൽ. ഷിരൂരിൽ മണ്ണിടിഞ്ഞു വീണ ഗംഗാവലി പുഴയിൽ മുങ്ങൽ വിദഗ്ധൻ
ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിൽ ട്രക്കിന്റെ ഭാഗങ്ങളും മരത്തടികളും കണ്ടെത്തി. മരത്തടി കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഓടിച്ച ട്രക്കിൽ കയറ്റിയതാണെന്ന് ഉടമ മനാഫ് തിരിച്ചറിഞ്ഞു. എന്നാൽ ഗോവയിൽ നിന്നെത്തിച്ച ഡ്രഡ്ജറിലെ ക്രെയിൻ ഉയർത്തിയ വാഹനഭാഗങ്ങൾ അർജുൻ ഓടിച്ച ട്രക്കിന്റേതല്ല. 2 ടയറും അതിനെ ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് റോഡും വൈകിട്ട് 4:30യോടെയാണ് പുറത്തെടുത്തത്. ഇത് പരിശോധിച്ച ഉടമ മനാഫ് അവ തന്റെ ട്രക്കിന്റേതല്ലെന്ന് ഉറപ്പാക്കി. പിന്നീട് ഉയർത്തിയ സ്റ്റിയറിംഗ് പ്ലാറ്റ്ഫോമും മനാഫിന്റെ ട്രക്കിന്റേതല്ലെന്ന് വ്യക്തമായി. നിറവ്യത്യാസമുണ്ട്. അർജുന്റെ ട്രക്കിനൊപ്പം മറ്റൊരു ടാങ്കർ ലോറിയും മണ്ണിടിച്ചിലിൽ കാണാതായിരുന്നു. കിട്ടിയ ക്യാബിൻ ഭാഗങ്ങൾ അതിന്റേതാകാനാണ് സാധ്യത. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കൽ 2 ദിവസമായിട്ടും കാര്യമായി നടന്നിട്ടില്ല. മണ്ണ് നീക്കും മുമ്പ് വെള്ളത്തിനടിയിലെ അവസ്ഥ പരിശോധിക്കണമെന്ന് മൽപ്പെ കഴിഞ്ഞ ദിവസം ഉത്തര കന്നഡ ജില്ലാ അധികാരികളോട് അഭ്യർത്ഥിച്ചിരുന്നു. അർജുൻ കൂടെയുള്ള പോലെ സഹോദരി. അർജുൻ അവസാനമായി ഉണ്ടായിരുന്ന സ്ഥലത്ത് എത്തണമെന്ന് ആഗ്രഹിച്ചതിനാലാണ് ഷിരൂരിൽ വന്നതെന്ന് അർജുന്റെ സഹോദരി അഞ്ജു. ഇവിടെ നിൽക്കുമ്പോൾ അവൻ കൂടെയുള്ള പോലെ തോന്നും. കുടുംബം ഒന്നാകെ ഇവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചു. അവന്റെ വേർപാട് സഹിക്കാൻ കഴിയാത്തതിനാൽ മറ്റുള്ളവർ വന്നില്ല. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പിന്നീടെത്തും. തെരച്ചിലിൽ പ്രതീക്ഷയുണ്ട്. നാവികസേന സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഭർത്താവ് ജിതിനൊപ്പം ഷിരൂരിലെത്തിയ മഞ്ജു പറഞ്ഞു. ഇന്നും കടുത്ത ചൂട് തന്നെ. 25-ന് മഴയെത്തിയേക്കും. ഇന്ന് പകലിനും രാത്രിക്കും തുല്യ ദൈർഘ്യം. കടുത്ത ചൂടിൽ ഉയർത്ത് കേരളം. ഞായറാഴ്ചയും താപനില ഉയർന്നു നിൽക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. കോട്ടയം, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഉയർന്ന താപനിലയ്ക്ക് സാധ്യത. ശരത്കാല വിഷുവിനെ തുടർന്ന് സൂര്യരശ്മി നേരിട്ട് ഭൂമിയിൽ പതിക്കുന്നതാണ് കൂടിയ താപനിലയ്ക്ക് കാരണം. സൂര്യരശ്മി പതിക്കുന്ന സമയത്ത് മഴമേഘങ്ങളില്ലാത്തത് ചൂടിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു. സൂര്യൻ മധ്യരേഖയ്ക്ക് മുകളിലെത്തുകയും സൂര്യരശ്മി നേരിട്ട് ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നതാണ് ശരത്കാല വിഷുവും. ഞായറാഴ്ചയാണ് വിഷുവം. ശരത്കാല വിഷുവം. ഞായറാഴ്ചയാണ് വിഷുവം. ഞായർ പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും. ബുധനാഴ്ച ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചക്രവാളച്ചുഴി രൂപപ്പെടുന്നതോടെ 3 ദിവസം പരക്കെ മഴ ലഭിക്കും. ഇതോടൊപ്പം താപനിലയും കുറയും.